أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتتركون فيما هاهنا آمنين في جنات وعيون وزروع ونخل طلعها هضيم وتنحتون من الجبال بيوتا فارهين فاتقوا الله وأطيعون ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون. صدق الله العظيم. സൂറത്ത് ഷുഅറ 146 മുതൽ 52 വരെയുള്ള ആയത്തുകൾ, ചെറിയ ആയത്തുകളാണ്. അതുത്രക്കൂന, നിങ്ങൾ വിട്ടേക്കപ്പെടുമോ അല്ലെങ്കിൽ വിട്ടയക്കപ്പെടുമോ, ഉപേക്ഷിക്കപ്പെടുമോ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. തറക്കാന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, അത് വെറുതെ വിടുക, അതിന് ആ വാക്ക് ഉപയോഗിക്കും. അതാണ് ഇവിടെ. അതുത്രക്കൂന, നിങ്ങൾ വിട്ടയക്കപ്പെടുമെന്നോ. ഫീമാ ഹാഹുന, ഫീമാ ഹാഹുന, ഇവിടെയുള്ളതിൽ, അഥവാ ദുന്യാവിൽ, ആമിനീൻ, നിർഭയരായ അവസ്ഥയിൽ, ഫീ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളിലും അരുവികളിലും, വസുറൂഇൻ വനഖ്ലിൻ, കൃഷിയിലും ഈത്തപ്പനയിലും, തൽഉഹ, അതിൻ്റെ കുലകൾ, ഹലീം, പാകമായി തിങ്ങി നിറഞ്ഞതാണ്. കനത്ത കുലയുള്ള ഈത്തപ്പനകളിലും എന്നർത്ഥം, സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. വതൻഹിത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫാരിഹീൻ. വതൻഹിത്തൂന, നഹത്ത എന്ന് പറഞ്ഞാൽ തുരന്നുണ്ടാക്കിയത്. വതൻഹിത്തൂന, നിങ്ങൾ തുരന്നുണ്ടാക്കുന്നു, മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ നിന്ന്, ബുയൂത്തൻ, വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, ഫാരിഹീൻ, ആർമാദിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ആർഭാടപ്രമത്തരായിട്ട്. ഫത്തഖുല്ലാഹ, അതിനാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും, വഅതിഊനി, എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. വലാ തുതിഉ, നിങ്ങൾ അനുസരിക്കരുത്, അമ്രൽ മുസ്രിഫീൻ, മുസ്രിഫീങ്ങളുടെ കൽപ്പന, അഥവാ അതിക്രമകാരികളുടെ. ഇസ്രാഫ്, കുലു വഷ്റബു വലാ തുസ്രിഫു, അതന്നെയാണ് വാക്ക്. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ അതല്ലെങ്കിൽ നാട്ടിൽ ഫസാദുണ്ടാക്കുന്നവരായ, വലാ യുസ്ലിഹൂൻ, ഒരു സംസ്കരണം നടത്താത്തവരുമായ അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കാത്തവരുമായ. സമൂദ് ഗോത്രത്തോടുള്ള സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ സംസാരം തുടരുകയാണ്. ഞാൻ വിശ്വസ്തനാണ്, ഞാൻ നിസ്വാർത്ഥനാണ്, ഇത്രയാണ് മുകളിൽ പറഞ്ഞത്. ഫത്തഖുല്ലാഹ വഅതിഊൻ എന്ന് അവിടെ പറഞ്ഞു, വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ വിചാരം? അതുത്രക്കൂന ഫീമാ ഹാഹുന ആമിനീൻ, ഇവിടെയുള്ളതിൽ, അഥവാ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകളിൽ, അതിൽ നിങ്ങളിങ്ങനെ നിർഭയം വിഹരിക്കാൻ വിട്ടേക്കുമെന്നാണോ വിചാരം? അല്ലാഹു തആല പിടികൂടുകയില്ല എന്നാണോ? കാരണം അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ധിക്കാരം പ്രവർത്തിക്കുന്നുണ്ട്. അത് തുടർന്നുള്ള ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അങ്ങനെ ഉള്ള ആളുകളെ നിർഭയം പിടികൂടാതെ വിടും എന്ന് വിചാരിക്കുകയാണോ എന്നാണ് ചോദ്യം. എന്നിട്ട് ഫീമാ ഹഹുന, ഇവിടെ ഉള്ളതിൽ എന്ന് പറഞ്ഞത് എന്തിലൊക്കെയാണ്? ഫീ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളിലും അരുവികളിലും. സമൂദ് ഗോത്രം താമസിച്ചിരുന്ന സ്ഥലം ഇന്ന് സൗദി അറേബ്യയിൽ അൽ-ഉല എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മീഡിയ വണ്ണിൽ അതിൻ്റെ വീക്കെൻഡ് അറേബ്യ പ്രോഗ്രാമിലോ മറ്റോ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നത് കണ്ടിരുന്നു. ആ പ്രദേശം വളരെ സമൃദ്ധി നിറഞ്ഞതാണ്. അവരുടെ
വാസസ്ഥലമൊക്കെ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവിടെ അരുവികളുണ്ട്, തോട്ടങ്ങളുണ്ട്. അറബികളെ എന്നും ആകർഷിക്കുന്ന സംഗതിയാണത്. വസുറൂഇൻ വ നഹലിൻ, കൃഷിയുമുണ്ട്, ഈത്തപ്പനയുമുണ്ട്. അപ്പോൾ ഈത്തപ്പന കൃഷിയല്ലേ? സറ എന്ന് പറഞ്ഞ അസിലെ അർത്ഥം നമ്മൾ പാടത്ത് വിതച്ച് കൊയ്ത് എടുക്കുന്ന കൃഷിക്കാണ്, ഗോതമ്പ്, നെല്ല് ഒക്കെ. നഹല് അത് സ്ഥിരം മരമാണല്ലോ. പിന്നെ അതിൻ്റെ തിങ്ങിയ കുലകൾ പഴുത്ത് പാകമായി തിങ്ങിയ, എന്നിട്ട് പരസ്പരം ഒട്ടിച്ചേർന്ന, അതുപോലെ വളരെ സോഫ്റ്റായ, ഇതെല്ലാം കൂടിയാണ് ഹലീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ വളരെ നല്ല ഗുണനിലവാരമുള്ള ഈത്തപ്പനയും. ഇതൊക്കെ തിന്ന് കുടിച്ച് ഇങ്ങനെ ജീവിക്കാമെന്നാണോ വിചാരം? തൻഹിത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫാരിഹീൻ, ആഡംബരപ്രമത്തരായിട്ട് മലകൾ തുരന്ന് വീടുണ്ടാക്കുക. അതുകൊണ്ടാണ് സൂറത്ത് ഫജ്റിലും ഇവരെക്കുറിച്ച് പറഞ്ഞത് ജാബു സഖ്റ ബിൽ വാദ്. അതുപോലെ സൂറത്തുൽ അറാഫിലുണ്ട് തൻഹിത്തൂനൽ മിൻ സുഹൂലിഹ തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറ, സമതലങ്ങളിലൊക്കെ കോട്ടകൾ ഉണ്ടാക്കുന്നു, അതുപോലെ മല തുരന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നും മഹാത്ഭുതമാണ്. ഇന്നും എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിൽ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതിയാണ് ആ അവശിഷ്ടങ്ങൾ പോലും. അജന്ത, എല്ലോറ പോലെയുള്ള ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ ജോർഡാനിൽ പെട്രയുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു വളർച്ചയാണ്. അതിൻ്റെ ആദ്യത്തെ ആളുകൾ ഈ സമൂദ് ഗോത്രമാണ്. അവരാണ് ആദ്യമായി പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയത്. ഇന്നും ഒരു മഹാത്ഭുതമാണ്. കാരണം പർവ്വതങ്ങളോളമോ അതിലേറെയോ വലിപ്പത്തിൽ കെട്ടിപ്പൊക്കാൻ ആധുനിക മനുഷ്യന് കഴിയും. ഇതങ്ങനെയല്ല. ഒരു മല ഒന്നാകെ ഒരു ബഹുനില കെട്ടിടമായിട്ട് ഇങ്ങോട്ട് തുരന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ റൂമുകളുണ്ട്, ഹാളുകളുണ്ട്, പാസേജുകളുണ്ട്, തൂണുകളുണ്ട്, അറകളുണ്ട്, ഓഡിറ്റോറിയം പോലെ, സ്റ്റേഡിയം പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അപാരമായ ഫിനിഷിങ്. മുകളിലത്തെ നിലയുടെ വക്കും മൂലയും താഴത്തെ നിലയോട് എത്രത്തോളം നേർവരയിൽ നിൽക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് ഇപ്പോഴും. അതുപോലെ അതിലെ കൊത്തുപണികൾ ഒക്കെ ഇന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടിയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഈ പറഞ്ഞത്. തൻഹിത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ, വീടുകളുണ്ടാക്കുന്നു. എന്തിന്? പാർക്കാനുള്ള ആവശ്യത്തിന് വീടുണ്ടാക്കുകയല്ല, പകരം ആർഭാടത്തിൽ അർമാദിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് വീടുകൾ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിങ്ങളെ പിടികൂടാതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുകയാണോ എന്ന്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ മക്കാ മുശ്രിക്കുകളോടും കൂടിയുള്ള ചോദ്യമാണ്. അവരുടെ വിചാരം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെന്നിങ്ങനെ ജീവിക്കും എന്നാണ്. അങ്ങനെ വെറുതെ വിടില്ല. ഒരു പരിധി വിട്ടാൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം വരിക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിശ്വാസികളെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്ന വർത്തമാനമുണ്ട്. നിങ്ങൾ ചില്ലറ കച്ചവടവും ചെയ്ത്, അതുപോലെ കാലികയുടെ വാലും പിടിച്ച് കൃഷി ഇഷ്ടപ്പെട്ട്, തറക്തുമുൽ ജിഹാദ് ഉപേക്ഷിച്ച് ജീവിച്ചാൽ നിന്ദ്യന്മാരെ ആയ ആളുകളെ നിങ്ങൾക്ക് മുകളിൽ അധികാരികളായി കൊണ്ടുവരും. എന്നിട്ട് ദീനിലേക്ക് നിങ്ങൾ മടങ്ങുന്നത് വരെ അത് അല്ലാഹു നീക്കിത്തരികയില്ല എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ കൃഷി, കച്ചവടമൊക്കെ ദുനിയാവിൻ്റെ വിഭവങ്ങളാണ്. അതൊക്കെ ഉപജീവന മാർഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ തന്നെ സബ് ആണല്ലോ. അപ്പം ജീവനം വേറെയുണ്ട്. അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അനിഅബ്ദുല്ലാഹ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധിക്കാൻ മാത്രമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാനാണ്, പരലോകത്തേക്ക് വേണ്ടിയാണ്. അങ്ങനെ ഉള്ള അതിന് ജീവിതം നിലനിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി ഉപജീവനമാർഗമായി തന്നതൊക്കെ അതിൽ അർമാദിക്കുന്ന അവസ്ഥ, ഇത് തന്നെ ജീവിതം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അല്ലാഹു തആല പിടികൂടും. ഇല്ലെന്നാണോ വിചാരം എന്ന് അവരെ താക്കീത് ചെയ്യാൻ നബി സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് ചോദിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഫത്തഖുല്ലാഹ വഅതിഊൻ,
അള്ളാഹുവിനെ സൂക്ഷിക്കൂ, എന്നെ അനുസരിക്കൂ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സമ്പാദിക്കലാകാം, വീടുണ്ടാക്കലാകാം, കൃഷിയാകാം. പിന്നെ ജീവിതത്തിൽ എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ, അഥവാ നേർവഴി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരും, ഞാൻ പറയും പോലെ ചെയ്യൂ എന്നർത്ഥം. വലാ തുതിഉ അംറൽ മുസ്രിഫീൻ, മുസ്രിഫീങ്ങളുടെ അമ്ര, അതിക്രമകാരികളായ സ്വാർത്ഥന്മാരും ദുഷ്ടന്മാരും അഹങ്കാരികളും ദുഷ്ടലാക്കുകളുള്ളവരും ഒക്കെയായ ആളുകൾ ആണല്ലോ എന്നും ജനങ്ങളെ ബഹുഭൂരിപക്ഷത്തെയും അവരുടെ ചൊൽപ്പടിക്ക് നിർത്തി അവർ വലിയ മുന്തിയ ആളുകളാണെന്നുള്ള നിലക്കും ബാക്കി അതിനെ എതിർക്കുന്ന സത്യസന്ധരായ ആളുകളൊക്കെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കപ്പെടുക. ഇതൊക്കെ നമുക്ക് നല്ലോണം പരിചയമുള്ള പരിപാടിയാണ്. ഇത് തന്നെയാണ് അന്നത്തെയും സ്ഥിതി. സമൂഹത്തെ കൈകാര്യം ചെയ്തിരുന്നത് വലിയ വലിയ അതിക്രമകാരികളായ ആളുകളാണ്. ഫിറൗനെ പോലെ അവരുടെ ആളുകൾ എന്നിട്ട് അവരെക്കുറിച്ച് വിചാരിച്ചിരുന്നത് അവരുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാടിന് ക്ഷേമവും അഭിവൃദ്ധിയും ഒക്കെ ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും അവർ നല്ല ആളുകളായിട്ടാണ് കരുതുക. ആരും അവരെ ചോദ്യം ചെയ്യാനില്ല, ജനങ്ങളും അവരെ സഹിച്ചു കൊടുക്കും. അതുകൊണ്ട് നബി അവരോട് പറഞ്ഞു, ഈ ധിക്കാരികളുടെ കൽപ്പനകൾക്കനുസരിച്ച് നിങ്ങൾ ചലിക്കരുത്. അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തിലെ ധിക്കാരികൾ സാലിഹ് അലൈഹി സ്വലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ഒക്കെ ദ്രോഹിക്കാനും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അവസാനം ഒട്ടകത്തിനെ അറക്കാൻ രംഗത്ത് വരുന്നത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നേതാക്കന്മാർ കൽപ്പിക്കും, ഗുണ്ടകൾ നിറവേറ്റും. ഇങ്ങനെയാണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന രീതിയാണ് അതൊക്കെ. അങ്ങനെ ഈ ദുഷ്ടന്മാരായ നേതാക്കന്മാർ വിവരം കെട്ട അനുയായികളെ ഇളക്കിവിടും. അതിനൊന്നും അരുതെന്ന് കൊടുക്കരുത്, അവരെ നിങ്ങൾക്കറിയാലോ, അവർ മുസ്രിഫീങ്ങളാണ്, അത് അറിയാം. എല്ലാ ജാഹിലിയത്തിലും അങ്ങനെ തന്നെയാണ്. നേതാക്കന്മാരുടെ ദുഷ്ടതയൊക്കെ അനുയായികൾക്ക് അറിയാം, പക്ഷേ നമുക്ക് അവരെ കൊണ്ട് കാര്യമുണ്ട്. അതുകൊണ്ട് അവർ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന തീരുമാനിക്കില്ല. ആ മുസ്രിഫീങ്ങളുടെ വിശേഷണം വീണ്ടും പറഞ്ഞു, അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി, അവർ ഫസാദ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. സൂറത്തുൽ ബഖറയിൽ ഇദാ തവല്ല സഅ ഫിൽ അർളി യുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല, അവരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോയാൽ രണ്ടർത്ഥവും ഉണ്ടാകാം. നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുകയും തലമുറകളെയും കൃഷികളെയും മനുഷ്യരെയും കൃഷികളെയും നശിപ്പിക്കുന്ന പണിയാണ് എടുക്കുക. മനുഷ്യരെ തമ്മിലടുപ്പിച്ച് നശിപ്പിക്കുക, അതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ളതാണ് ഫസാദ്. വലാ യുസ്ലിഹൂൻ, ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും, ആളുകൾക്ക് വിവരക്കേടുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും, ന്യൂനതകളുണ്ടാകും. അധികാരികൾ ചെയ്യേണ്ടത് എന്താണ്? അതൊക്കെ തിരുത്തി പരിഹരിച്ച് അതിനൊക്കെ പരിഹാരമുണ്ടാക്കി കൊടുത്ത് അവരെ സഹായിച്ച് വളർത്തി നന്നാക്കിയെടുക്കുകയാണ് നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. പക്ഷേ നേരെ തിരിച്ച് ജനങ്ങൾ നന്നാകാതെ നോക്കുക, ജനങ്ങളെ തമ്മിലടുപ്പിച്ച് തകർക്കുക, അതുപോലെ നാശങ്ങൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ അഹങ്കരിക്കുക, എന്നിട്ട് അതിൻ്റെയൊക്കെ നേതാവായി വാഴുക. ഇതേ സ്ഥിതിയാണല്ലോ നമുക്കറിയാവുന്നത്. അത്തരം ആളുകൾക്കെതിരെ ജനങ്ങളെ താക്കീത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഫത്തഖുല്ലാഹ വാത്തിഉൻ എന്ന്. അതിന് ആ ജനതയുടെ പ്രതികരണമാണ് അടുത്ത ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.